നമുക്കേ താറാവിനെ ഒന്ന് പച്ച കുരുമുളകും പിന്നെ വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് പെരട്ടി എടുത്താലോ. നമ്മൾ താറാവിന്റെ ഒരുപാട് ഡിഷ് ചെയ്തിട്ടുണ്ട്. മപ്പാസ് വെച്ചിട്ടുണ്ട്, വറുത്തരച്ചേറ് വെച്ചിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പെരട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പച്ച കുരുമുളകും പിന്നെ വറ്റൽമുളകും, വേറെ അധികം മസാലകൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വായോ. ദാ ഒരു താറാവിനെ ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടനാടൻ താറാവാണ്. നമുക്ക് ഇവിടെയും ഇപ്പൊ ലുലു മാളിലും മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് ബ്രോയിലർ താറാവായിരിക്കും, അതുകൊണ്ട് വേവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്രോയിലർ താറാവ് ഒരിക്കലും കുക്കറിനകത്തിട്ട് ഒന്ന് അടിച്ച് ഇതാക്കരുത്, വേഗം വെന്തു പോകും. നമ്മുടെ ഇത് നാടൻ താറാവാകുമ്പോൾ അതിന് വേവ് ഉണ്ടാവും, എന്നാലും അധികം വേവ് ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു താറാവിനെ ഞാൻ വെട്ടി നുറുക്കി ദാണ്ട് കഴുകി വിനാഗിരി വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പച്ചക്കുരുമുളക്. ഇത് ഞാൻ എന്നാ ചെയ്യുന്നറിയോ, കുരുമുളകൊക്കെ നമുക്ക് കുറെ കിട്ടുമ്പോഴത്തേനുമേ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കത്തില്ല, ഇച്ചിരി വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിങ്ങനെ ഇട്ട് വെക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പച്ചക്കുരുമുളക് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇച്ചിരി ഉപ്പും പിടിക്കും, ഇച്ചിരി വിനാഗിരിയും എല്ലാം കൂടെ പിടിക്കും, നല്ല രസമാണ്. അപ്പൊ കറികൾക്കൊക്കെ ആണെങ്കിലും എപ്പോ വേണേലും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ പച്ചക്കുരുമുളക് ഇങ്ങനെ നിങ്ങൾ പറിക്കുന്ന സമയമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇന്ന് നമ്മള് പച്ചക്കുരുമുളകിലാണ്. പിന്നെ വറ്റൽമുളകും ഇത്ര ഇടത്തില്ല കേട്ടോ, കുറച്ച് എരിവിന് പാകത്തിന് ഇടുള്ളൂ. തേങ്ങാക്കൊത്ത് ഒരു 250 ഗ്രാം ചെറിയുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് കുത്തിച്ചതച്ച് വെച്ചേക്കുക, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയും മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് താറാവിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടുന്നത് പച്ച കുരുമുളകാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരു 2 സ്പൂൺ എന്തായാലും ഉണ്ടാവും, വലിയ സ്പൂണിന് 2 സ്പൂൺ ഉണ്ടാവുമേ. അതൊന്ന് ഇട്ട് കൊടുക്കാം. പച്ചക്കുരുമുളക്, കുറച്ച് കറിവേപ്പില. ഇങ്ങനെ വിനാഗിരിയിലൊക്കെ കിടക്കുമ്പോ ഇല്ലേ അതിന്റെ എരിവൊക്കെ കുറച്ച് കുറയും കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. എന്നുവെച്ചാൽ നമ്മള് കുരുമുളക് വിനാഗിരിയിൽ ഇട്ട് വെച്ചതല്ലേ, കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചതല്ലേ. അപ്പൊ നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. പച്ച കുരുമുളകിൽ കിടന്നിട്ട് നമ്മുടെ താറാവ് ഒന്ന് വെന്തോട്ടെ. അടച്ചു വെക്കുക, ഒരു 3 വിസിൽ വരട്ടെ. അതിന് ശേഷം നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ വേവിക്കുക, ഇല്ലെങ്കിൽ അത് മതിയാവും. ആ സമയത്ത് തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടി എന്നാന്നറിയോ, ഇതെല്ലാം നമുക്ക് വഴറ്റി റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ താറാവ് അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെച്ചു, സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ചട്ടി ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടും കൊടുത്തേക്കാം. നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങാക്കൊത്ത് അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ, പാകത്തിന് ഉപ്പും കൂടെ, ഈ ഉള്ളിക്കുള്ള കുറച്ചുപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. കാന്താരി, നമ്മുടെ പച്ചക്കുരുമുളകിന്റെ എരിവുണ്ട്, അത് വലിയ എരിവില്ല. ഇതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. നമ്മുടെ താറാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ താറാവ് വെന്തോന്നൊന്ന് നോക്കട്ടെ. 3 വിസിൽ അടിച്ചായിരുന്നു, വെന്തില്ല എങ്കിൽ ഒന്നും കൂടെ അടിക്കാവേ. പോരാട്ടോ, ഇട്ടിട്ടില്ല, 3 വിസിലൊന്നും ആവത്തില്ല, 2 വിസിലും കൂടെ അടിക്കാം. നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ആ മസാലയിലേക്ക് നമ്മുടെ താറാവിനെ എടുത്തങ്ങിട്ടേക്കാം. നന്നായിട്ട്
മിക്സ് ചെയ്യാവേ. നമ്മുടെ താറാവ് ഇതാ പച്ചക്കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടതാ വരട്ടി എടുത്തേക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. താറാവൊക്കെ കിട്ടുമ്പോൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാലല്ലേ എല്ലാവർക്കും ഒരേ രീതിയിൽ നിന്ന് മാറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ. ഇച്ചിരി പച്ചക്കുരു കരുവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാവേ ലാസ്റ്റ്. ഇനി ഇത്രയും മതി. നല്ലപോലെ കറുത്ത് വരുന്നുണ്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. നോക്കിയേ, പച്ചക്കുരുമുളക് ഇട്ട് വരട്ടിയ നമ്മുടെ താറാവ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. നല്ല പച്ച കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ശരിക്കും ആ താറാവിൻ്റെ നെയ്യൊക്കെ ഇല്ലേ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേനെ നല്ലതാ. അങ്ങനെ നമ്മുടെ പച്ചക്കുരുമുളകിട്ട് ഫ്രൈ ചെയ്ത താറാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രൈ തന്നെയാണ്. നല്ല പോലെ പെരട്ടി അങ്ങോട്ട് എടുത്തിട്ടേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ എപ്പോഴും കഴിച്ചു കാണിച്ചാൽ ശരിയാവത്തില്ലല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.